ഒന്നുകൂടി പറഞ്ഞത് ലാലേട്ടന്റെ പിറന്നാളിലെ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ലാലേട്ടന്റെ പിറന്നാളായതുകൊണ്ട് ചേച്ചിക്ക് ഇനി എന്താ ലാലേട്ടനോട് പറയാനുള്ളത്? ലാലേട്ടൻ ഇന്ന് ഇതുപോലെ മലയാള സിനിമയിൽ എവർഗ്രീൻ ആയിട്ട് നിൽക്കട്ടെ. ഞാൻ പിന്നെ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ലാലേട്ടന്റെ സിനിമ കാണാറുണ്ടെന്നാ? ഉണ്ട്. പാടം പൂത്തകാലം പാടാൻ വന്ന നീ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട അല്ലേ? ലാലേട്ടന്റെ ഒരു കുട്ടി ആരാധികയാണ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമേളാണ്. പ്രശാന്ത് മണിമേള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാളാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു കട്ട ലാലേട്ടൻ്റെ ആരാധകൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആരാധകർ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാടപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കാടപ്പടി ടൗണാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പേരോട് ലാലേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ലാലേട്ടൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ളതും അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ പാട്ടുകൾ പാടാൻ പറ്റുന്നവരെ കൊണ്ട് പാട്ടുകൾ പാടിപ്പിക്കുക, ലാലേട്ടൻ്റെ സിനിമകളെക്കുറിച്ച് ചോദിക്കുക, ലാലേട്ടൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കുക, ലാലേട്ടനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ? അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ലാലേട്ട, ഹാപ്പി ബർത്ത്ഡേ. നല്ല എനർജി വേണം ചേച്ചിക്ക്. നല്ല എനർജി ഉണ്ടല്ലോ. എന്താ ചേച്ചിന്റെ പേര്? നിങ്ങളുടെ പേരെന്താണ്? വിനിത. ചേച്ചിന്റെ വീട് എവിടെയാണ്? കാടപ്പടി തന്നെയാണ്. ചേച്ചി ചേട്ടൻ എന്താ ജോലി? കൂലിപ്പണിയാണ് അല്ലേ? ചേച്ചിന്റെ മോളാണല്ലേ? മോളുടെ പേര് മോളുടെ പേരെന്താ? മോളെ ദീക്ഷയാണ് ചേച്ചിന്റെ മോള്. ചെറിയ കൊച്ചിനായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണോ? അപ്പോൾ ഇന്ന് മെയ് 21-ാം തീയതി ലാലേട്ടൻ്റെ പിറന്നാളാണ് അല്ലേ ചേച്ചി? ഞങ്ങളിവിടെ ഒരു വൃദ്ധസദനത്തിലൊരു പരിപാടി ഉണ്ട്, ഒരു അന്നദാന പരിപാടി. അവിടെ അതെ അതെ അതെ. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാളായതുകൊണ്ട് ലാലേട്ടന് ചേച്ചിയൊക്കെ കുട്ടിക്കാലം തൊട്ട് ലാലേട്ടൻ്റെ സിനിമ കാണാറുണ്ടോ? എന്നാലും ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ടൊരു സിനിമ എന്ന് പറയാൻ പറ്റും ചേച്ചി? മാമ്പഴക്കാലം. പിന്നെ എല്ലാ മൂവി ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ ഒരു ഏതെങ്കിലും നമ്മൾ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള മറക്കാനാവാത്ത ഉണ്ടാവില്ല നമ്മൾ തിയേറ്ററിൽ പോയിട്ട്, അത് ഒന്ന് പറയാൻ പറ്റുമോ? ചെങ്കോലും കിരീടം മറക്കാൻ പറ്റൂല അല്ലേ? അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹൃദയത്തിലെ ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളതാണ് മലയാളികൾ അല്ലേ? അപ്പോൾ ചേച്ചി പിന്നെ ലാലേട്ടൻ്റെ ഒരു രണ്ടുപേരും എന്തെങ്കിലും പാട്ട് പാടാം? വേണ്ട ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഒരു ഏതെങ്കിലും സിനിമയിൽ ഒരു പാട്ടിൻ്റെ രണ്ടുപേരും പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ, നിങ്ങളെ പരിചയപ്പെട്ട് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ലാലേട്ടന്റെ പിറന്നാളിന്റെ സമയത്ത് ഇന്ന സംഭവം പറയാൻ പറ്റിയതിൽ ഞങ്ങളാണ് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞത് ലാലേട്ടന്റെ പിറന്നാളിലെ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ലാലേട്ടന്റെ പിറന്നാളായതുകൊണ്ട് ചേച്ചിക്ക് ഇനി എന്താ ലാലേട്ടനോട് പറയാനുള്ളത്? ലാലേട്ടൻ ഇന്ന് ഇതുപോലെ മലയാള സിനിമയിൽ എവർഗ്രീൻ ആയിട്ട് നിൽക്കട്ടെ. നമുക്കൊരു സമ്മാനം പറഞ്ഞ പ്രണവ് മോഹൻലാല് ഹൃദയമൊക്കെ ലാലേട്ടനെ അതേ ലെവലിൽ അഭിനയിച്ച് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അഭിനയമാണ് പ്രണവ് മോഹൻലാൽ ഹൃദയം സിനിമയിൽ അല്ലേ? അപ്പൊ അത് വളരെ സത്യമാണ് ചേച്ചി പറഞ്ഞത്. ഏറ്റവും വലിയ മലയാള സിനിമയ്ക്ക് തന്ന സമ്മാനമാണത് പ്രണവ് മോഹൻലാൽ. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിനെ ഈ ഒരു പിറന്നാളിന്റെ സമയത്ത് ഈ കാടപ്പടി അങ്ങാടിയിൽ നിന്ന് യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടാണ്. ചേച്ചിന്റെ ചേട്ടന്റെ പേര് ഒന്നുകൂടി പറയോ? ഷാജിയേട്ടാ, നിങ്ങളെ വൈഫ് എന്താ പറയുക, നല്ലൊരു കലാകാരിയൊക്കെ ആവട്ടെ, നിങ്ങളെ മോള് നല്ലൊരു കലാകാരി ആവട്ടെ. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ലാലേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ പങ്കുവെച്ചതിന് വളരെ സന്തോഷമുണ്ട്. യാണ് മോളെ, ഒരു പാട്ട് പാടുവോ? വർക്കനെ പാട്. ഒരു പച്ചത്തവള ചാടി ചാടി പോവുമ്പോൾ ഒന്നാം പടിയിൽ മെല്ലെ മെല്ലെ ഇരുന്നു. രണ്ട് പച്ചത്തവള ചാടി ചാടി പോവുമ്പോൾ രണ്ടാം പടിയിൽ മെല്ലെ മെല്ലെ ഇരുന്നു. അടിപൊളി. തവളപ്പ ഒരുപാട് ചാടി പോണ സമയമാണ്. കാണാറുണ്ടോ തവളനൊക്കെ? ഉണ്ടല്ലേ? അപ്പൊ ലാലേട്ടന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയോ? ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട അല്ലേ? ലാലേട്ടൻ്റെ ഒരു കുട്ടി ആരാധികയാണ് കേട്ടോ. അപ്പം മോളെ അടിപൊളിയായിട്ട് പാട്ടിലും പഠിപ്പിലൊക്കെ ഉഷാറായിട്ട് വരണട്ടാ. എല്ലാവിധ ആശംസകളും.
ചേട്ടാ എപ്പടി ഇരിക്ക്? നിങ്ങൾ മലയാളിയാണോ അതോ? മലയാളിയാണ്, തമിഴ്നാട്ടുകാർ. ആണാ? ഞാൻ വന്ന് പിന്നെ മനോഹരേട്ടൻ. മനോഹരം എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഞങ്ങളെ കാണാൻ ഒരു മനോഹരൻ തന്നെയാണ് കേട്ടോ. ഈ കാടപ്പടി അങ്ങാടിയിൽ, മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ കാടപ്പടി അങ്ങാടിയിൽ നമ്മളെ പ്രിയപ്പെട്ട മനോഹരേട്ടൻ ഒരുപാട് 8 വർഷത്തോളമായിട്ട് ഇവിടെ നല്ല കലാപരിപാടിയാണ്. സത്യം പറഞ്ഞപ്പോൾ നമുക്ക് ആവശ്യം കേട്ടോ ഗായ്സ് ഈ കൊട നന്നാക്കുന്ന പരിപാടി. അപ്പോൾ മറക്കണ്ട, നമ്മളെ മനോഹരേട്ടനൊന്ന് കണ്ടോളി. പിന്നെ മനോഹരേട്ട ലാലേട്ടൻ്റെ സിനിമകൾ കാണാറുണ്ടോ? ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാളാണ്. മെയ് 21-ാം തീയതി ലാലേട്ടൻ്റെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ദിവസമാണ് അല്ലേ? ഒരു ലാലേട്ടൻ്റെ കട്ട ആരാധകനായതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പബ്ലിക് റിവ്യൂ. ചേട്ടനെ പോലുള്ള ആളുകൾ നമ്മുടെ കുട്ടിക്കാലം തൊട്ടല്ലേ, ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് ലാലേട്ടൻ്റെ സിനിമകൾ കാണാറുണ്ടോ? എത്ര പടങ്ങൾ നമ്മൾ ലാലേട്ടൻ്റെ ചിത്രവും ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അടിപൊളി. ലാലേട്ടൻ അഭിനയിച്ച ഏറ്റവും നല്ല സിനിമ, ചേട്ടൻ ഇഷ്ടപ്പെട്ട മനസ്സ് തട്ടിയ സിനിമ എന്ന് പറയാൻ പറ്റുമോ? ചിത്രത്തിൽ ആ ഒരു സെന്റിമെന്റ്സ് സീനൊക്കെ ഒന്നും പറയാൻ വയ്യ അല്ലേ? അദ്ദേഹത്തിന്റെ പിറന്നാളായതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പടങ്ങൾ വെച്ചാൽ ഒരുപാടുണ്ട്. പറയാൻ ഒരുപാടുണ്ട്. ലാലേട്ടന്റെ വലിയ ആരാധകനാണ് നിങ്ങള്? നമ്മള് ഏവോട്ട പടത്തില്, ഏവോട്ട ചിത്രം, പിന്നെ നാടുവാടികൾ, പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്. പറയാൻ കണ്ടിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്. അപ്പൊ ലാലേട്ടന് വലിയ ഇഷ്ടമാണെന്ന് അർത്ഥം. ഒരു 2 വരി മൂളാൻ പറ്റുമോ? ഇഷ്ടമാണ്. പാടം പൂത്ത കാലം പാടാൻ വന്ന നീ, പൊന്നാറ്റിനപ്പുറത്ത് നിന്നും പുന്നാരം ചൊല്ലി നീ വന്നു അല്ലേ? അപ്പോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തെങ്കിലും പേര്? ദാസേട്ടാ, നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഒരു കുപ്പിക്കണ്ട അംശമായിട്ട് തോന്നി. നമ്മളെ മറ്റേ സിനിമ ഓട്ടം നടക്കട്ടെ. എന്താ ദാസേട്ടാ വിശേഷം? എന്താ നിങ്ങൾക്ക് പണി? നാടൻ പണിയല്ലേ? നിങ്ങളെ മീശ പൊളിച്ചിട്ടോ. നിങ്ങളിത് ശരിക്കും ദേവാസുരം അതുപോലെ തന്നെ നമ്മുടെ നരസിംഹത്തിലൊക്കെ ലാലേട്ടൻ തിരിച്ച മോലുണ്ട് മീശ. അല്ല, ഞാൻ അയൽവാസിയാണല്ലേ. ഞാനേ ഇന്ന് ലാലേട്ടൻ്റെ പിറന്നാളാണല്ലോ. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകൾ കാണാറുണ്ട് ഏട്ടൻ? ഉണ്ട്. ലാലേട്ടന് ഇഷ്ടപ്പെട്ടൊരു സിനിമ പറയാൻ പറ്റുമോ? നരൻ നരസിംഹം, മുള്ളംകൊല്ലി വേലായുധൻ അല്ലേ? ലാലേട്ടൻ്റെ സിനിമകളൊക്കെ കാണലുണ്ടോ അതോ സിനിമയോട് ഇഷ്ടമുണ്ടോ? എന്താ സ്ഥിതി? നമ്മൾ ലാലേട്ടൻ്റെ ആൾ തന്നെയാണ്. സിനിമകളൊക്കെ കാണലുണ്ട്. ഇപ്പം കാണില്ല. കുട്ടിക്കാലം തൊട്ട് തന്നെ ലാലേട്ടൻ്റെ സിനിമകൾ കാണാറുണ്ട്. 3-4 പടമൊക്കെ ഉണ്ട്. 3-4 ഒരു ദിവസം. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ലാലേട്ടൻ്റെ ഏത് സിനിമയൊക്കെയാണ് റിലീസായിരുന്നത്? നമ്മൾ കണ്ടത് മലയാളിൻ്റെ ഏകദേശം പഴയ പടങ്ങളൊക്കെ ഏകദേശമൊക്കെ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ടൊരു സിനിമയിൽ പറയാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട കലാപാനി ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. നിങ്ങളുടെ പേരെന്താണ്? ബഷീർക്ക. വീട് ഇവിടെ തന്നെയാണോ? കടപ്പടി. ലാലേട്ടൻ അഭിനയിച്ച ഒരു സീൻ നമ്മളൊന്ന് ചെയ്ത് കാണിച്ചാലോ? എന്താ മോനെ ദിനേശ? ആരാ മോനെ ദിനേശ ഈ ഏരപ്പാളത്തിനൊക്കെ കാണിച്ചത്? നിങ്ങൾ എന്നോട് ചോദിക്കി, ഞാൻ അതോട് കൂടി ഇതും കൊണ്ടാണ് പൊയ്ക്കോളാം. അപ്പൊ പ്രിയപ്പെട്ട ബഷീർക്ക്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും സന്തോഷം. ഇനി എന്തെങ്കിലും ലാലേട്ടന്റെ പിറന്നാളായിട്ട് എന്താ പറയാനുള്ളത്? ലാലേട്ടന് ഇനിയും പിറന്നാൾ ആസ്വദിക്കാനുള്ള ദിവസം അനുഭവം ഉണ്ടാകട്ടെ എന്ന് അത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ. നിങ്ങളെ പേരെന്താ ഏട്ടാ? സുകുമാരേട്ടൻ. സുകുമാരേട്ടൻ്റെ പിന്നെ സിനിമയൊക്കെ കാണലുണ്ടോ? എനിക്കറിയില്ല. കാണാറുണ്ടോ? ഇന്നും ഇവിടെ ലാലേട്ടൻ്റെ പിറന്നാളല്ലേ? മെയ് 21-ാം തീയതി ലാലേട്ടൻ്റെ പിറന്നാളാണെന്ന്. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളൊക്കെ എങ്ങനെ ഇഷ്ടമാണോ? ലാലേട്ടന് ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ കാണാറുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഏജന്റ് ആയിരിക്കും. എന്നാലും ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറ്റുമോ? ഒരുപാട് ഫിലിമുണ്ട്. ഒരുപാട് ഫിലിം ഒരുപാടുണ്ട്. പറയാൻ പറ്റില്ല. എന്നാലും മനസ്സിൽ തട്ടിയിട്ടുള്ള എന്തെങ്കിലും 1-2 എന്ന് പറയാം. കിരീടം, പിന്നെ പടികം, സേതുമാധവൻ, ആടുതോമ അല്ലേ? അപ്പൊ ലാലേട്ടൻ അത് അടിച്ചു പൊളിച്ചിട്ടുള്ള വേഷങ്ങളാണ് അല്ലേ? അപ്പൊ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ലാലേട്ടനെ ഇപ്പോഴത്തെ ലാലേട്ടനും പണ്ടത്തെ ലാലേട്ടനും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ചെയ്ത സിനിമകളൊക്കെ. അപ്പൊ എന്തായാലും പരിചയപ്പെട്ട സന്തോഷമുണ്ട്. എന്താണ് നിങ്ങളുടെ പേര്? സുകുമാറോ? ഉസ്മാൻക.
ഇന്ന് നമ്മളെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ പിറന്നാളാണ്. മെയ് 21 തീയതിയാണ്. ലാലേട്ടന് എന്താ സിനിമകളൊക്കെ കാണാറുണ്ടോ? ലാലേട്ടന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കായിരുന്നു. ലാലേട്ടന്റെ പാട്ട് കേൾക്കാണോ? ഏത് പാട്ട്? ആ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്? ഏഴോട്ടോ. എന്തല്ലേ അടിപൊളി അല്ലേ? അങ്ങാടി ചെങ്ങാതി വാച്ചല്ല എന്താ പതൊക്കെ അടിപൊളി അല്ലേ? അപ്പൊ ലാലേട്ടന്റെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ട്. അപ്പൊ നിങ്ങള് ഈ ഉസ്മാൻക ശരിക്കും കാടപ്പഴിയിലെ പ്രിയപ്പെട്ടവര്, കാടപ്പഴിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഈ കാണുന്നത്. അപ്പൊ ഉസ്മാൻക ലാലേട്ടന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ലാലേട്ടന് ഇനിയും ലാലേട്ടന് ഈ പിറന്നാളിന്റെ സമയത്ത് എന്താ പറയാനുള്ളത് ലാലേട്ടനോട്? ലാലേട്ടൻ ഇതേമാതിരി നല്ല ഉസാറിൽ ഇനിയും അഭിനയിക്കട്ടെ, എല്ലാ ഫിലിമുകളിലും നല്ല നല്ല അഭിനയം വരട്ടെ എന്നൊക്കെയാണ് പറയാനുള്ളത്. അടിപൊളി. ഹായ്. അപ്പോൾ പശാമാരെ നമ്മളിപ്പോൾ ലാലേട്ടൻ്റെ ജന്മദിന ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു കടപ്പടി വെച്ചിട്ട് ഒത്തിരി പേരോട് ലാലേട്ടൻ്റെ വിശേഷങ്ങളും ലാലേട്ടൻ്റെ ആരാധകർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ലാലേട്ടൻ്റെ സിനിമകൾ കാണുന്നവർ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ്. ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിച്ചു ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വലിയൊരു സന്തോഷം പകരുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ജന്മദിന ആശംസകൾ അറിയിച്ച് നമ്മൾ ഓരോ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോഴും നല്ല ഒരു ഫീഡ്ബാക്കാണ് കിട്ടിയിരുന്നത്. നമ്മളുമായിട്ട് സഹകരിച്ച ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും നമ്മളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട്. അതുവരെ ഗുഡ് ബൈ.